ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഖൈസിനെതിരെ പോലീസ് കേസായി ഗൈസ്. ഖൈസിന് കുറച്ച് പൊന്നാരങ്ങളി കൂടുതലാണ്. നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറക്കപ്പിച്ചിലാണ് ഞാനൊരു വീഡിയോ കണ്ടത്. അതായത് ഗ്രീഷ്മ ബോസിൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, അഖിൽ വിദ്യാധർ എന്നുണ്ട് അഖിൽ. അപ്പോൾ ഗ്രീഷ്മ ബോസിൻ്റെ ഹസ്ബൻഡ് അവർ ആണ് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സംഭവം ആർക്കെതിരെ? നമ്മുടെ ഖൈസിനെതിരെ. ഖൈസ് റിയാക്ഷൻ വീഡിയോ ഒക്കെ എന്ത് കണ്ടാലും കയറി പ്രതികരിക്കുന്ന ഒരു പേരുകേട്ട റിയാക്ഷൻ വീഡിയോക്കാരനാണ്. പക്ഷെ അവൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ പ്രൈവസി കയറിയിട്ടാണ് നിരങ്ങും. എന്നിട്ട് ഓന് തോന്നിയ അഭിപ്രായങ്ങൾ എന്തിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ഒരു സാധനം, പരമാവധി ഒരു കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ക്യാപ്ഷൻസും ഒക്കെ സംഭവമായിട്ട് ഇതൊക്കെ പല റിയാക്ഷൻ വീഡിയോസുകാരും ആൾക്കാരും ഒക്കെ ചെയ്യണത് തന്നെയാണ്. പക്ഷെ എന്തായിരുന്നു വെച്ചാൽ ഓനും അതുലും എക്സ്ട്രീം ലെവലാണ്. അപ്പോൾ ഇവിടെ ഇപ്പം കാണിച്ചെന്താ വെച്ചാൽ, ഞാൻ അതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളായിരുന്നു എന്താണ് അവർ സംഭവിച്ചതെന്നുള്ളത്. പക്ഷേ അതിലെന്താ വെച്ചാൽ ഇങ്ങനെ എനിക്ക് മുഴുവനായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അതിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അതൊന്നും പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു, കിട്ടിയൊരു അപ്ഡേറ്റ്സ് വെച്ചിട്ട്. അതായത് ഇവർ പഞ്ചഗുസ്തി എന്തോ പഞ്ചഗുസ്തി ചെയ്യുന്ന സമയത്ത് അഖിലുണ്ടല്ലോ, ഗ്രീഷ്മ ബോസിൻ്റെ ഹസ്ബൻഡ്, ജിമ്മിൽ പോവൊക്കെ മൂപ്പര് ചെയ്തായിരുന്നു. മൂപ്പര് ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഈ പഞ്ചഗുസ്തിയുടെ ടൈമിൽ ഹാൻഡ് റെസ്ലിംഗ് എന്നല്ലേ പറയുക അതിന്, അവിടെ ഷോൾഡർ വേദന, അവിടെ വേദനയായി. അപ്പോൾ മൂപ്പർക്ക് എന്താ വെച്ചാൽ ബാഡ്മിൻ്റൺ കളിക്കാനൊന്നും കുറച്ച് ദിവസം പോകാൻ പറ്റിയില്ല. മൂപ്പര് ഒരു 8 മാസം എന്തായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പോകണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് തന്നെ കളിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കറിയാവുന്ന, നമുക്കൊരു ഫുട്ബോളോ ക്രിക്കറ്റോ ബാഡ്മിൻ്റനോ ഷട്ടിലോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കളിക്കാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് അത് പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ, നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ ഒരു ഇഷ്ടമല്ലേ ഈ സാധനം, ഹോബിയൊക്കെ അല്ലേ. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്യും, എവിടെ കാണിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവരൊരു ക്ലിനിക്കിൻ്റെ വിവരം അറിഞ്ഞ് എന്നാൽ അവിടെ പോയി കാണിക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി കാണിച്ചപ്പോൾ അത് 3 ദിവസം കൊണ്ട് എന്തോ ഭേദമായി. പിന്നെ ഷട്ടിൽ കളിക്കാൻ പറ്റി, ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റി എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ മൂപ്പര് അതിൻ്റെ ഒരു റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെ അല്ല, അപ്പോഴാണ് ഖൈസിൻ്റെ ഒരു വീഡിയോ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. അതായത് ഖൈസിനെ ഒരു ഡോക്ടർ വിളിക്കുകയാണ്. ആ ക്ലിനിക്കിലെ ഡോക്ടറല്ല കേട്ടോ, വേറെ ഒരുത്തിക്ക് അസൂയയാണെന്നാണ് എനിക്കതൊന്ന് മനസ്സിലായത് കേട്ടോ. ഇവരെ വിളിച്ചിട്ട് ആ ചങ്ങായി നുണ പറയുകയാണ്, ഇതിലൊന്നും വിശ്വസിക്കാൻ പറ്റൂല, ഇവർ കോപ്രായം കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന പോലെയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണതെന്ന്. അപ്പോൾ ഈ കോപ്രായം കാണിച്ച് വീഡിയോ ചെയ്യാന്നാണ് അവരുടെ മൈൻഡിലുള്ളത്. ഇവരെ തഗ് വീഡിയോസും കോമഡിയും ഒക്കെ അല്ലേ, കോപ്രായ വീഡിയോസായിട്ടാണ് മുപ്പത്തിയേര് എടുക്കുന്നത്. അതൊരു അസൂയയും കുശുമ്പും ഉള്ള ഒരുത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കുലസ്ത്രീ ആയിരിക്കും ഒരു പക്ഷേ, അതിൻ്റെതായിരിക്കും ഈ വിളിച്ച് പറഞ്ഞ ഡോക്ടറിൻ്റെ കാര്യം പറയണം. അപ്പോൾ എന്തായാലും എന്നിട്ട് അവർ പറയണം അവർ ഡോക്ടറാണ്, അവർ എന്താ റിസേർച്ച് കുറേ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും, ഇത് അൺസയൻറ്റിഫിക് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ആലോചിച്ച്, ഇത് അൺസയൻറ്റിഫിക് ആണോ? അങ്ങനെ ഒരു ഡൗട്ട് എൻ്റെ മൈൻഡിൽ വന്നു. എന്താണ് അതെന്താ പോയിൻ്റ് എന്ന്. ഇപ്പോൾ ഒരാൾ പറഞ്ഞത് എല്ലാം തെറ്റാവണമെന്നോ എല്ലാം ശരിയാവണമെന്നോ ഇല്ലല്ലോ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഖൈസ് പറയുന്നത് ആ റീലിൽ പറയാത്ത കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഖൈസ് പറയുന്നത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് മതമൊക്കെ ചേർത്തിട്ടാണ് ഖൈസ് ഇങ്ങനെ. അതായത് മുസ്ലിം മതക്കാർ അക്യുപങ്ക്ചർ പലരും ഉപയോഗിക്കുന്നുണ്ട്, അത് അവർ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കണം, അങ്ങനെയാണ് അവരത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം. അന്ധവിശ്വാസങ്ങൾ, ഇതിൻ്റെ ആളുകൾ ഇതൊന്നും വിശ്വസിക്കരുത്, കള്ളത്തരവാണ്. അതേപോലെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്തും അഖിൽ ചെയ്യും, എന്ത് പ്രൊമോഷനും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ ഉടായ്പ് കള്ളത്തരം കാണിച്ച് പറ്റിക്കരുത് എന്നൊക്കെയാണ് ഖൈസിൻ്റെ കണ്ടെത്തൽ. അപ്പോൾ അങ്ങനെയൊക്കെ പറയണത്. പിന്നെ ആ ഡോക്ടർ വിളിച്ച് പറഞ്ഞതിലുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഡോക്ടർ പറഞ്ഞത് ആ വോയിസ് റെക്കോർഡ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഖൈസ്. അപ്പോൾ ഡോക്ടർ അതിൽ പറയാണ്, കുറച്ച് ദിവസം കൈവേദനയായിട്ട് ഷോൾഡർ വേദനയായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞില്ല, അത് നുണയാണ്, കള്ളാണ്, പച്ചക്കള്ളമാണ്, വന്നിരുന്നു എന്നാണ് മൂപ്പത്തിയേര് പറയണത്. അപ്പോൾ വന്നിട്ടില്ല എന്ന് അഖിൽ ഈ ഖൈസിൻ്റെ റിയാക്ഷൻ വീഡിയോന് എതിരായിട്ടുള്ളൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ എന്തായാലും അഖിലിൻ്റെ ഭാഗത്ത് ഈ വീഡിയോസ് കണ്ടിട്ട് അഖിൽ സത്യസന്ധനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഖൈസ് ഇങ്ങനെ കുറ്റം പറയുന്ന രീതിയിൽ കള്ളത്തരം കാണിക്കുകയാണ്, എല്ലാ ഇൻഫ്ലുവൻസർമാരും ഊളകളാണ് എന്നുള്ള രീതിയിലാണ് അവൻ്റെ ഒരു വർത്താനം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഖൈസ് ഒരു മഞ്ചപ്പറ്റില്ലാത്ത രീതിയിൽ വീഡിയോ ചെയ്യാൻ ഖൈസും അതിലും മുടുക്കന്മാരാണ്, മുടുമുടുക്കന്മാർ. എന്തായാലും ഖൈസിനെ അപ്പോൾ അവർ കോൺടാക്ട് ചെയ്തു. അഖിൽ മെസ്സേജൊക്കെ അവൻ കണ്ടിരുന്നു, പക്ഷേ റിപ്ലൈ ഒന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ ലീഗലി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു പറഞ്ഞു, അതിന് റിപ്ലൈ ഇല്ല. ഒക്കെ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു.
ഇവർക്ക് 2 പേർക്കെതിരെ, ആ ഡോക്ടർക്കും ഖൈസിനും എതിരെ. ഇതാണ് സംഭവം. അപ്പം ഞാൻ ആലോചിക്കാറ് എക്സ്ട്രീം ലെവലാണ് അതുൽ. ഖൈസ് രണ്ടാമനായിട്ടൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ എടുക്കാം. എന്തായാലും ഒരു സംഭവമുണ്ട്, ഒരാളുടെ പ്രൈവസിക്ക് കയറിയിട്ട് അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് അത് നല്ല വ്യൂസ് കിട്ടാനുള്ള സംഭവമായിരിക്കും. അതായത് ഇവരെ തൂക്കിക്കൊല്ലൂലല്ലോ എന്നുള്ള അഹങ്കാരമായിരിക്കും ഇവർക്ക്. എന്തായാലും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഖൈസ് കുറേ കേസുകളിൽ പെടുന്ന രീതിയിലൊക്കെ ഉണ്ടാവേണ്ട മൂപ്പരെ വീഡിയോസ് വഴി. പിന്നെ ഒരു കാര്യം ആലോചിക്കുക, എല്ലാവർക്കും ഇമോഷൻസും സംഗതികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. പിന്നെ ഇതിൽ വേറെ സങ്കടം തന്നെ പറയട്ടെ കേസ്, നമ്മൾ പോസിറ്റീവായ രീതിയിൽ വീഡിയോ ഇതൊന്നും കാണാൻ ആരുമില്ല കേസ്. ആളുകൾക്ക് വിവാദങ്ങൾ, കുറ്റം പറയൽ, അങ്ങോട്ട് ഇങ്ങോട്ട് തെറി വിളിക്കൽ, ഇതൊക്കെയാണ് കാണാനും കേൾക്കാനും ആഗ്രഹം. ആളുകൾക്ക് ഇങ്ങനെ ഡ്രമാറ്റിക്കായ സാധനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാര്യം നിലവിളിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ വേണം. അതായത് വളരെ ഡ്രമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ വളരെ പെട്ടുകിടക്കുന്ന ഒരവസ്ഥ നിങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അതൊന്നും ആരും കാണാനും ഇല്ല ആൾക്കാർ. അങ്ങനെ ഒരു എമ്പതിയുള്ള സമൂഹത്തിലൊന്നല്ല നമ്മൾ ജീവിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആളുകൾക്കൊന്നും സമയമില്ല, താല്പര്യമില്ല. ആളുകൾക്ക് എന്തെങ്കിലും കുൽസിത സംഭവങ്ങളോ ഇതൊക്കെയാണ് ആളുകൾ കുറ്റം പറയലും ഇതൊക്കെയാണ് പലരും ചെയ്യുന്നത്. ഇപ്പോൾ ഹരിയണ്ണൻ്റെ വേറെ മാസ്റ്റർ പ്രഭു പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആ ചാനൽ ആൾ ന്യൂസ് വായിക്കണം, അങ്ങനെ ന്യൂസിൻ്റെ എന്തൊക്കെ എടുത്തിട്ടാണ് പറയുന്നത്. പക്ഷേ അതിലെ കണ്ടൻറ്റ് മൊത്തം ഇതാണ്. പണ്ട് സിജോൻ്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ സിജോൻ്റെ എന്തായിരുന്നു ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് അവനൊരു ചാനൽ ഉണ്ടായിരുന്നില്ല. ഇപ്പം അതില്ല തോന്നുന്നു ആ ചാനൽ. അതോ ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണോ ചെയ്ത്, എന്തോ. എന്തായാലും ആദ്യമായിട്ടാണ് ചാനലാണ്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്തായാലും ഇനിയെങ്കിലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ, ഖൈസിനോട് എനിക്ക് പറയാനുള്ള കാര്യം, ഖൈസ് ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്നോട് കൂടി പറയുന്ന ഒരു കാര്യം തന്നെ, നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ഇമോഷൻസിനെ കയറിയിട്ട് മെയ്യാണ്ടിരിക്കുക, ഒരാളുടെ അവർക്ക് ട്രോമ കൊടുക്കാണ്ടിരിക്കുക, കള്ളരാണ് പറ്റിക്കലാണ് എന്നുള്ള രീതിയിൽ ഒന്നും പറയാണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എത്തിക്സും ഇല്ലാത്ത രീതിയിലൊരു കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, പിന്നെ ക്യാപ്ഷൻസൊക്കെ ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇടേണ്ടി വരും കേസ്. അത് നമ്മൾ പ്ലെയിനായിട്ട് ക്യാപ്ഷൻ ഇട്ടാൽ പലരും അത് കാണാനും കേൾക്കാനൊന്നും ഇല്ല. അതാണ് അതിൻ്റെ ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അപ്പോൾ എന്നാലും ഒരു ലെവലിനപ്പുറത്തേക്കും അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിടാൻ തോന്നില്ല, അതാണ് കാര്യം. പിന്നെ അതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ആളുകൾ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ മറ്റേ ആളിത് പറഞ്ഞു, ഈ ആളിത് പറഞ്ഞു, മറ്റേ തെളിവ് ഇതാ, കോൾ റെക്കോർഡിങ് ഇതാന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ ഇല്ലേ. അത് ആ കോൾ റെക്കോർഡിങ് കിട്ടുന്ന സമയത്ത് പലപ്പോഴും, പ്രത്യേകിച്ച് ആ രേണുസുധിയുടെ കാര്യത്തിലൊക്കെ ഇവർ ചെയ്തൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ആരാ പറഞ്ഞ് ആരാ സംസാരിക്കണമെന്നും ഉണ്ടാവില്ല, ഒരു വോയിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആരുടെ വോയിസാണെന്ന് പോലും മനസ്സിലാവുണ്ടാവില്ലായിരിക്കും. എന്നിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇവർ ചെയ്യണ സാധനം അതാണ്. അപ്പോൾ അതിലൊക്കെ കളിച്ചൊരു കളിയതാണ്, ഇന്ന ആൾ പറഞ്ഞു, ആ നാട്ടിലൊരാൾ പറഞ്ഞു എന്നൊക്കെയോ. അത് ആരാച്ചിട്ട, ഏതാളാച്ചിട്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ചുമ്മാ ഒരു വോയിസ് ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ പിന്നെ ഇന്ന ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് സംഭവം എന്താ പറഞ്ഞു, ഇതേ ഡോക്ടർ അവരുടെ ചാനലിൻ്റെ താഴെ പോയി, വീഡിയോൻ്റെ താഴെ പോയിട്ട്, ഗ്രീഷ്മ ബോസിൻ്റെ വീഡിയോൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ ബോസ് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ്. എന്തായാലും ഗൈസ്, ഇതൊക്കെയാണ് അവസ്ഥ. ആദ്യമായിട്ടാണ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ എൻ്റെ ക്രാഫ്റ്റ് സ്റ്റോറിൽ ഞാനൊരു ക്രാഫ്റ്റ് സ്റ്റോർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. വളരെ യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ്. പാലക്കാട് ജില്ലയിലെ വള്ളുവനാട് കൾച്ചറിനെ ഷോക്കേസ് ചെയ്യുന്ന സംഭവമാണ്. വളരെ ഇപ്പോൾ നമ്മൾ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ, അതിനുപയോഗിക്കുന്ന, ഇപ്പോൾ നമ്മൾ ഓച്ചറ, കാളവേല, കാള എന്നൊക്കെ പറയില്ല, അതിൻ്റെയൊക്കെ അതുപോലുള്ള ഈ വള്ളുവനാട് ഏരിയയിലുള്ള അങ്ങനെയുള്ള ക്രാഫ്റ്റ് ഐറ്റംസ്, അതേപോലെ തന്നെ പൂതനം തിറ, അതേപോലെ അതിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, ഇതിൻ്റെയൊക്കെ ഹോം ഡെക്കോർ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലാത്ത സാധനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും. അത് വക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ചാനലിൻ്റെ ബയോയിൽ പോയി നോക്കുക, അവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ തോന്നുമ്പോൾ ഓർഡർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.